ഞാനേ നിങ്ങൾക്കൊരു കാര്യം കാണിച്ചു തരാം. എന്താണെന്നറിയോ, എനിക്ക് ഞാനൊരു മാസത്തേക്ക് എനിക്ക് പറ്റാവുന്ന ഓർഡറെ ഞാൻ ഏറ്റെടുക്കാറുണ്ട്. പക്ഷേ ചില മാസങ്ങളിലേക്ക് ചിലർ മറ്റേ വീട്ടിൽ കൂടലോ അല്ലെ ബർത്ത്ഡേയോ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർ ആ ഒരു മാസത്തേക്ക് ഫോട്ടോ ചെയ്ത് തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഓൾറെഡി ഞാൻ എല്ലാ മാസത്തെ ബുക്കിങ്ങും കഴിഞ്ഞു പോയതുകൊണ്ട്, അപ്പോൾ ഇവർക്ക് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് അവരോട് പറ്റില്ല അല്ലെ നിങ്ങൾ വെയിറ്റ് ചെയ്യൂ എന്ന് പറയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആണല്ലോ ഉണ്ടാവുക. അപ്പം ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, ഇത് പെയിൻറ്റ് മിക്സ് ആക്കാൻ എടുക്കണേ ഒരു മിനിറ്റ്. അപ്പം ഞാൻ ചെയ്യുന്ന കാര്യം എന്താ വെച്ചാൽ ഒരേ സമയത്ത് 2 ഫോട്ടോ ചെയ്യും. ഒരേ സമയത്ത് 2 ഫോട്ടോ ചെയ്യുമ്പോൾ 4 ദിവസം ആകുമ്പോഴേക്ക് എനിക്ക് 2 ഫോട്ടോ പൂർത്തീകരിക്കാൻ പറ്റും. ഇത് കുറച്ച് ഹാർഡ് വർക്ക് ആയിട്ടുള്ള പരിപാടിയാണെന്നേ ഉള്ളൂ കേട്ടോ. എന്താ വെച്ചാൽ ചില ദിവസം ഞാൻ പറഞ്ഞില്ല, അല്ലാത്ത തന്നെ ഞാൻ ചില ദിവസങ്ങളിൽ ഉറക്കമില്ലാണ്. ഈ ഫോട്ടോക്ക് 4 ദിവസം എന്ന് പറയുന്നത് ഉണങ്ങാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാട്ടോ. 4 ദിവസം പിടിക്കും ഫോട്ടോ ചെയ്ത് തീർക്കാനെന്ന് പറയുന്നത്. അപ്പോൾ ചില ദിവസം രണ്ടാമത്തേക്ക് ദിവസം ചിലപ്പോൾ ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ എനിക്ക് ആ ഒരു ഫോട്ടോൻ്റെ പുറത്ത് വർക്ക് ചെയ്യാനുണ്ടാവുള്ളൂ. അപ്പം ഞാൻ ബാക്കിയുള്ള സമയം റെസ്റ്റ് ചെയ്യാൻ കൊടുക്കേണ്ട ടൈമാണ്. അപ്പം ഞാൻ എന്താക്കും, വേറൊരു ഫോട്ടോ വരച്ച് തുടങ്ങുക ചെയ്യൽ. അങ്ങനെ ചെയ്തിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരു ട്രിക്ക് ഞാൻ എടുക്കും. എന്നാൽ 4 ദിവസം കൊണ്ട് എനിക്ക് 2 ഫോട്ടോയും പൂർത്തീകരിക്കാൻ പറ്റും, 2 ആൾക്ക് കൊടുക്കാനും പറ്റും. അതേപോലെ ചെയ്യുന്നൊരു സംഭവമാണ്, ഒരേ കളർ കോമ്പിനേഷൻ ചെയ്താൽ എനിക്ക് ഈ ബ്രഷ് പിന്നെ ഒന്ന് ഉപയോഗിച്ച് അത് കഴിഞ്ഞ് അത് കഴുകിയിട്ട് തുടച്ച് പിന്നെ അടുത്ത കളറിന് എടുക്കുക, അങ്ങനത്തത് എനിക്ക് വലിയ പിടുത്തല്ലാത്തതാണ്. അപ്പോൾ എനിക്ക് എല്ലാത്തിനും ഓരോരോ ബ്രഷാണ്. ഇത്ര ബ്രഷ് കൂടിയ ഈ ഒരു വർക്ക് ചെയ്തിട്ട് എനിക്ക് ബാലൻസ് ഉള്ളത്. ഇത്രത്തോളം ബ്രഷ് ഞാനൊരു പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നേരെ വെള്ളത്തിൽ ഇട്ട് വെക്കും, പിന്നീട് അത് ക്ലീൻ ചെയ്തിട്ട് എടുക്കുക ചെയ്യുക. പക്ഷേ ചിലരങ്ങനല്ല ചെയ്യുക. ആ ബ്രഷ് കഴിഞ്ഞാലുടനെ വെള്ളത്തിൽ നിന്ന് കഴുകിയിട്ട് തുടച്ച് പിന്നെ അടുത്തതിനെ എടുക്കും. അപ്പോൾ അത് ഞാൻ ചെയ്യില്ല. അഥവാ ആ പെയിൻറ്റിൻ്റെ മുകളിൽ നിന്ന് പഴയ മറ്റേ പെയിൻറ്റിൻ്റെ കളറ് പോയിട്ടില്ല വെച്ചാൽ എല്ലാം കൂടി മിക്സായി പോകുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത്. ഇത് നല്ലോണം ഉണങ്ങണം. ഇത് ഉണങ്ങിയിട്ടില്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന ലൈനർ ഉണ്ടല്ലോ, ബ്ലാക്ക് കളർ ഉണ്ടല്ലോ, ഇതെന്ന് വെച്ചാൽ നന്നായിട്ട് ഉണങ്ങിയിട്ടല്ല നമ്മൾ പെയിൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഏത് കളറാണോ ചെയ്യുന്ന ആ കളറും ഈ ബ്ലാക്കും തമ്മിൽ മിക്സ് ആവും. എന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥയിലായി പോവും. അതുകൊണ്ടാണ് 4 ദിവസം പിടിക്കുന്നതും. ഇങ്ങനെയാണ് ഞാൻ ഒരുപാട് വർക്കുള്ള സമയത്ത് പെട്ടെന്ന് ഫോട്ടോ ചെയ്ത് തീർക്കാൻ കാണിക്കുന്ന ഒരു ട്രിക്കും. ഇതേ സംഭവം തന്നെ ഞാൻ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഫോട്ടോ 4 ദിവസം കൊണ്ട് തീർക്കുന്ന ഞാൻ 4 മാസം കൊണ്ട് 100 ഫോട്ടോ ചെയ്തിട്ടുണ്ട്. അത് ഇങ്ങനത്തെ ഒരു സംഭവം കൊണ്ട് തന്നെ കേട്ടോ ചെയ്തത്. അത് ഒരേ സമയം 4-5 ഫോട്ടോ ഞാൻ ചെയ്തിട്ടുണ്ട്. അന്ന് പിന്നെ ഉറങ്ങണം എന്നുള്ള ചിന്തല്ല, ഭക്ഷണം കഴിക്കണം എന്നുള്ള ചിന്തല്ല. കാര്യം എന്താ വെച്ചാൽ ഗുരുവായൂർ തന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏത് ഫോട്ടോ ആണ് നമ്മൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളത് പറയാൻ പറ്റൂല. അപ്പോൾ വരച്ച് കയ്യോളും പ്യുവർ വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ആ 4 മാസത്തോളം ഞാൻ ഇറച്ചിയും മീനും തൊട്ടതേ ഇല്ല, അദ്ദേഹത്തിൻ്റെ വാക്ക് ബഹുമാനിച്ചിട്ട്. അല്ലാത്ത പക്ഷം ഞാൻ ഇറച്ചിയും മീനും കൂട്ടാറുണ്ട് കേട്ടോ. പക്ഷെ കൂട്ടിയാലും കുളിച്ചിട്ടേ ഞാൻ വരയ്ക്കാറുള്ളൂ. കാരണം എനിക്ക് സമൂഹത്തെ പറ്റിക്കാം, പക്ഷെ ദൈവത്തിനെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ട്രിക്ക് ചെയ്യുന്നത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ശരി, ബൈ.